നിന്റെ സാറ് പറഞ്ഞതൊക്കെ എന്റെ ബോസ് കേട്ടു. നീ എന്താ പറഞ്ഞേ? ഇത് നായകന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. ഇത് നായകന്റെ അല്ല, വില്ലന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. കുറെ നാളുകളായിട്ട് കുറെ പട്ടികൾ, എടാ പട്ടികളെ, ആ പട്ടികളോടാൻ പറയുന്നത്. എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണം ഇല്ല. ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഞാൻ കാശ് വാങ്ങിച്ചിട്ടാണ് റിവ്യൂ ചെയ്യുന്നത്. ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെടുന്ന തെളിവ് നിന്റെ അടുത്തുണ്ടോ? എനിക്കണ്ടോ അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? എടാ ഒരു പറയുമ്പോ ഒരു മിനിമം മര്യാദ വേണം. എന്നെ നാണം കെടുത്ത് 1 ലക്ഷം ഉലുവയോ നിന്റെ തീട്ടപ്പടത്തിന് പണി വരുന്നുണ്ടവറാച്ച. 1 ലക്ഷം രൂപ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും കൊടുത്താൽ പോലും ഒരു പണം കാണൂല. അത്രയും തീട്ടപ്പടാടോ സർക്കാർ. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആൺകുട്ടിയെ കണ്ടു. അത്രയും തീട്ടപ്പടാടോ, തീട്ടപ്പടം കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. ഇതെല്ലാം കണ്ടു തീർത്ത അവസ്ഥ എനിക്കറിയാം, ഉണ്ണിക്കറിയാം, ഇത് കണ്ട തിരുവനന്തപുരം അറിയാം. ഈ പ്രൊഡ്യൂസർ താടിക്കാരൻ അപരാധി പറയാണ് ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. അതിന് ഇവൻ പറയുന്നത് ഓൺലൈൻ ട്രാൻസാക്ഷൻ അല്ല, എന്റെ ആൾക്കാരാണ് ഇവനായിട്ട് ബന്ധപ്പെടുന്നത്. ഇതൊക്കെ എന്ത് ദ്രോഹാടോ. സത്യം നമുക്ക് രണ്ടു കൂട്ടർക്ക് അറിയണല്ലേ, പിന്നെ ആരെ കാണിക്കാനാണ് ഈ ആക്കിങ്ങി? പണ്ടിക്കരിമ്പാറ എന്റെ ഏതാൾക്കാരെ, എനിക്ക് ഏതാൾക്കാരെ, ഞാൻ തനിയാൾ. ഇല്ലെങ്കിൽ പറയണേ, ഇവിടെ 12 ഇരിപ്പുണ്ട്. ശാവങ്ങള്, സംസ്കാരമില്ലാത്ത കൾച്ചർലെസ്. എടാ താടി വെച്ച അന്താട്ടാസിന്റെ പ്രൊഡ്യൂസറെ, എടാ മാധവ് സുരേഷ്, സുരേഷ് ഗോപിന്റെ മോനെ താനേ എനിക്ക് മനസ്സിലായി. അതെ, നിന്റെ തൊഴുത്തിക്കുത്തു സ്വഭാവത്തിന് അടി ആരൊക്കെയാണ് ഓങ്ങി വെച്ചേക്കണെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. എടാ മാധവ് സുരേഷ്, നാണം ഉണ്ടെങ്കിൽ നീ നിനക്ക് വീട്ടിയത് അടിച്ചിന്റെ പൂട്ടല് ഞാൻ, പിന്നെ നീ എഴുന്നേറ്റ് കളിക്കല. നിന്റെ ഏട്ടനുണ്ടല്ലോ ഗോകുൽ സുരേഷ്, പുള്ളിയുടെ പഠനത്തിനൊക്കെ എത്ര ഞാൻ മാന്യമായിട്ട് എത്ര എനിക്ക് ഇഷ്ടപ്പെട്ട പോസിറ്റീവ് റിവ്യൂ കൊടുത്ത ആളാണ് ഞാൻ. ആ സാധനത്തിനൊക്കെ അർഹിക്കുന്ന റെസ്പെക്ട് കൊടുക്കാൻ എനിക്കറിയാം. മുമ്പ് പലർക്കും കൊടുത്തിട്ടുണ്ട്. നിന്റെ അച്ഛന്റെ സുരേഷ് ഗോപിയുടെ ഏറ്റവും വലിയ ഫാനായിരുന്നു ഞാൻ ഒരു കാലത്ത്, അറിയോ? ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയമുണ്ടോ? മനസ്സ് നിറഞ്ഞു, തന്തയ്ക്ക് വിളിച്ച പോലെ തിരുസുഖം. ടൈഗർ, ഇദ്ദേഹം തിരിച്ചു പോലെ ടൈഗർ ഫസ്റ്റ് കൊണ്ട് ഞാൻ ചിന്താമണി കൊലക്കേസില് ടോട്ടൽ ഡിസ്ട്രക്ഷൻ എന്ന് പറയുമ്പോ കയ്യടിച്ചോണ ഞാൻ. എന്റെ മുമ്പ് തൂങ്ങിച്ചത് ഇതിനേക്കാ വലിയൊരു സഹായം അച്ഛന് ചെയ്യാൻ പറ്റില്ല. ഞാൻ വെല്ലുവിളിക്കുന്നു. I challenge you, I dare you, I double dare you. ഇതിൽ കൂടുതൽ പ്രൊമോഷൻ താങ്ങാനുള്ള വിദ്യാഭ്യാസം എനിക്കില്ല. കഷ്ടം. ഞാൻ പൈസ വാങ്ങിയതിന് എന്തെങ്കിലും കണക്ക് കാണിച്ചു തന്നാൽ ഈ പണി ഞാൻ നിർത്തും. എനിക്കറിയാൻ പാടില്ല, ഞാൻ വരുന്ന വഴിക്കേണ്ടതാണ്. ഞാൻ പോണ്, ഇത് നിങ്ങളുടെ പ്രശ്നമാണ്. ഈ റിവ്യൂടല് ഈ സോഷ്യൽ മീഡിയ നിർത്തിയിട്ട് ഞാൻ മറ്റേ VD സതീശൻ പണ്ട് പറഞ്ഞ പോലെ വനവാസത്തിന് പോകും. ഞാൻ അക്കരെ നിൽക്കണ പശുവിനെ കണ്ട് ഇക്കരെ നിൽക്കണ മൂരി മുക്കറ ഇട്ട പശുവിന് ചെന പിടിക്കില്ല. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലായി. ഇവിടെ എന്തൊക്കെ ബഹളായിരുന്നു. കേരള പോലീസൊക്കെ മണ്ടന്മാരാ. ഞാൻ കാശ് വാങ്ങി ഓമെന്ന് കൊടുത്താണ് എന്നെ പിടിച്ച് ചെല്ലിട്ടുണ്ടാവൂലേ. ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങള് കായികമായും നിയമപരമായും നേരിടും. മാധവ് സുരേഷിനെ വെച്ചിട്ട് 4.5 കോടി മുടക്കിയെന്ന് അരെ നട്ട് ഓർ വാട്ട്. പൊട്ടന്മാര്, പൊട്ടന്ന ലോക പൊട്ടനാണ്, പൊട്ടന്ന ലോക പൊട്ടൻ. 1 ലക്ഷം റുപ്യ കൊടുത്താൽ പോലും ഒരാൾ ഈ പണം കാണാൻ ടോർച്ചർ അനുഭവിക്കാൻ മനുഷ്യൻ താല്പര്യമില്ല. മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ഓൾറെഡി സ്ട്രഗ്ലിംഗ് ലൈഫാ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ. മര്യാദക്കാണെങ്കിൽ ഞാൻ മര്യാദക്കാരനാ, അല്ലെങ്കിൽ പിഴയാ, ഭൂലോക പിഴ. നിനക്ക് ഗൂഗിൾ പേ വഴിയല്ല, മറ്റേന്താ UPI വഴിയല്ല, പിന്നെ നിന്റെ അച്ഛൻ ചാക്ക കെട്ടിയിട്ട് എനിക്ക് 1 ലക്ഷം രൂപ കൊണ്ടുപോകണം. ആക്കല്ലേ, തൊഴിൽ രഹിതരെ ആക്കല്ലേ, ഇത് മനഃപൂർവ്വമാണ്. പിന്നെ കമന്റിടുന്ന പട്ടികളോട്, നായിന്റെ മക്കളെ ഞാൻ പറയാണ്, പട്ടികളെ, നായിന്റെ മക്കളെ ഞാൻ പറയാണ്, ദിസ് ഈസ് അച്ഛൻ കോക്ക്. എടാ മാധവേ, നീ പറഞ്ഞു 1 ലക്ഷം രൂപ ഞാൻ വാങ്ങിച്ചത്. എടാ മയിരേ, ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. ഫസ്റ്റ് നിന്റെ കണ്ടപ്പോഴേ ഞാൻ ലാസ്റ്റ് വാണിംഗ് തന്നാണ്. ശവത്തെ കുത്തരുത്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ, നന്നായി. നിന്റെ 1 ലക്ഷം രൂപ എനിക്ക് ഇതാടാ 1 ലക്ഷം റുപ്യ. മക്കളെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ. ഈ നിമിഷം അവർക്ക് എന്റെ ധ്യാൻ, മൈ ധ്യാൻ. കൊച്ചുകുട്ടികളെ പോലെ പ്ലീസ്. എത്ര പടം ഞാൻ ധ്യാനെ പറഞ്ഞടാ. ഇന്ന് വരെ ആ മനുഷ്യൻ എന്റെ ധ്യാൻ കുട്ടൻ. ക്ഷമിക്കണം,
ഈ സത്യം അറിയാൻ വൈകിയത് കൊണ്ടാണ് എനിക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടായത്. ഇന്ന് വരെ എനിക്കിതൊരു വാക്ക് പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഇന്ന് വരെ ഞാൻ എന്നെ എപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, എടാ നിന്റെ പരട്ട സിനിമയിലടാ എന്താ അന്ത അട്ടാസം, എടാ ധ്യാനെ പോലെ കാണണം, നീ 10 അല്ലടാ 100 ജന്മം ജനിച്ചാൽ നീ പറ്റില്ല. കാരണം പാലപ്പവും നെയ്യപ്പവും ഒരു ചട്ടിയിൽ വേവില്ലല്ലോ. എന്റെ പൊന്നണി എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക, നീ ഒരു ഒറ്റ ഡയലോഗ് വെച്ച് എത്ര കാലം ഈ ഫീൽഡിൽ പിടിച്ചേക്കും? Because there is a son of the greatest Srinivasan sir. മനസ്സിലായോ? വലിയ വ്യത്യാസമുണ്ട് മോനെ. നോക്കിയടാ രോമ എഴുന്നേക്കുന്നത്. 1 ലക്ഷം രൂപ ഞാൻ നിന്റെ അടുത്ത്, എടാ പട്ടി മരപ്പട്ടി, നിന്റെ അടുത്ത് 1 ലക്ഷം രൂപ ചോദിക്കാൻ മാത്രം തെണ്ടിയാണ് ഞാൻ. മോളെ നീ വിചാരിക്കുന്ന ഒരു തെണ്ടി അല്ലവൻ, ரொம்ப നല്ലവൻ, പെരിയ ഇടത്തിലെ വേല പാക്കറേ. അത്രയ്ക്ക് അതപ്പസ്യമാണ് നിന്റെ 1 ലക്ഷം. പോടാ പോടാ. ഇത് നീ ചോദിച്ചു വാങ്ങിച്ചതാണ്, ഇനി ചോദിക്കരുത്, എനിക്ക് വയ്യ. എടാ കഴിവില്ലെങ്കിൽ പോയി സ്വയം കുനിഞ്ഞിരുന്നു ഊമ്പ. മാധവ് എന്റെ അടുത്താണ് പറയുന്നത്, മാധവ് സുരേഷിനോട്. ഇവിടെ ഭയങ്കര പൊന്നിച്ചിട്ട് ശല്യം, ഞാൻ പോട്ടെ. ഇനി ഞാൻ ഇവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടക്കരച്ചിലിന് പോട്ടെ. എല്ലാരും ഇങ്ങോട്ട് പൊന്നല്ലേ.